സദൃശവാക്യങ്ങൾ 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നിങ്ങൾ ഒന്ന് വായിക്കണം. ശബ്ദമുയർത്തി ഒരാൾ വായിക്കണം. എന്ത് ചെയ്യണം? ആരോടുള്ള ഉത്തരവാദിത്വമാണ്. ഞാൻ ദീർഘമായിട്ടൊന്നും സമയമെടുക്കുന്നില്ല, വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളായിരിക്കുവാൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു എന്തുവാണ്? കണ്ടിന്യൂസ് വായിച്ചു. ബാലൻ പ്രത്യുത മക്കളെ കുറിച്ചിട്ടാണ് അല്ലേ? അതാണും ആകട്ടെ പെണ്ണും ആകട്ടെ നമ്മുടെ മക്കൾ നടക്കേണ്ടുന്ന ആരുടെ ഉത്തരവാദിത്വ? നിങ്ങൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തിലെ കൗൺസിലറിന്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ട ആവശ്യം വരത്തില്ല. ചേർന്നാമേൻ പറഞ്ഞില്ല. അഭ്യസിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെയാണ്. രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ബാലൻ നടക്കുന്ന വഴിയിലല്ല. ശ്രദ്ധിക്കണം. എങ്ങനെ? ബാലൻ നടന്നോളും, കുഞ്ഞുങ്ങൾ ജീവിച്ചോളും. കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനല്ല. അമ്മയും പറയുന്നില്ല. നമ്മുടെ മക്കൾ ജീവിക്കുന്നുണ്ടല്ലേ? നമ്മുടെ മക്കൾ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചോട്ടെ. അതിലഭ്യസിപ്പിക്കാൻ ദൈവവചനം പറയുന്നില്ല. വളരെ ദുഃഖിക്കേണ്ടി വരും അങ്ങനെ അഭ്യസിപ്പിച്ചാൽ. വചനം പറയുന്നു ബാലൻ നടക്കേണ്ടുന്ന വഴിയുണ്ട്. ആമേൻ. മക്കൾ ജീവിക്കേണ്ടുന്ന വഴിയുണ്ട്. അത് അവർ നടക്കുന്ന വഴിയാണോ എന്ന് നോക്കണം. അതെന്താന്നൊക്കെ നമുക്ക് കേൾക്കാം. സ്വത്രം ചെയ്യുന്നില്ല. ഇപ്പൊ ബാലൻ നടക്കുന്ന വഴിയിൽ അവൻ അഭ്യസിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. ഒരു ദൈവജനത്തിന്, ദൈവിക കുടുംബത്തിന് അവരുടെ മക്കൾ നടക്കുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ എനിവേ വളരെ ദുഃഖമാണ്. ഒത്തിരി അനുഭവങ്ങൾ. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. വചനവുമായിട്ട് സംസാരിക്കുവാണെങ്കിൽ ഒത്തിരി ഏരിയകളിലേക്ക് കയറണം. എനിക്ക് സമയം പോരാ. അതുകൊണ്ട് അത്രത്തോളം ഞാനല്ല ഇന്ന് ശുശ്രൂഷിക്കുന്നത്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ നടുവിലുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രാർത്ഥനയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട് പലവിധ ആസക്തികൾക്ക് അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും ബഹുമാനം പോലും കൊടുക്കാതെ തെറിയം വിളിച്ച് മുതിർന്നു വന്ന സമയങ്ങളിൽ അപ്പനും അമ്മയും അന്വേഷിക്കാതെ മക്കൾ മക്കളുടേതായിട്ടുള്ള നിലകളിൽ ജീവിച്ചു വന്നു. അപ്പനും അമ്മയ്ക്കും അവസാനം ആശ്രയിക്കുവാൻ തക്കവണ്ണം മക്കൾ പ്രയോജനപ്പെടുന്നില്ല. ഇപ്പോഴും വൃദ്ധസദനങ്ങളുടെ എണ്ണങ്ങൾ കൂടി വരുന്നു. കാരണം അപ്പനും അമ്മയും നോക്കാനും അന്വേഷിക്കാനും സമയമില്ല. ഇവരെ വലിയ ഭാരമായിട്ട് ഇവരെ ഒഴിവാക്കുന്ന പ്രവണതയല്ലേ കാണുന്നത്? നിങ്ങൾ പറ, നിങ്ങൾക്കും വയസ്സാകും, എനിക്കും വയസ്സാകും, നമ്മുടെ മക്കളും വളർന്നു വരുന്നു. അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവമക്കളാകുന്ന രക്ഷിതാക്കൾക്കുണ്ട്. മറക്കരുത്. അതിന് ബാലൻ നടക്കുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴി ഏതാ? തിരുവചനമല്ലാതെ വേറൊന്നുമല്ലത്. ബാലൻ നടക്കേണ്ടുന്ന വഴി തിരുവചനത്തിനകത്ത്, ദൈവവചനത്തിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മക്കളെ എങ്ങനെ വളർത്താം. അതിലേക്ക് അടുത്ത ചില മിനിറ്റുകളിൽ, അടുത്ത ചില സമയങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൻ, കർത്താവിൻ്റെ ശുശ്രൂഷകൻ നമ്മുടെ മധ്യ ശുശ്രൂഷിക്കുമ്പോൾ പങ്കുവയ്ക്കും. പക്ഷെ അറിയുക, ബാലൻ നടക്കേണ്ടുന്ന വഴി. ചേർന്ന് പറഞ്ഞേ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ എന്ത് ചെയ്യണം? പറഞ്ഞില്ല. ആരഭ്യസിപ്പിക്കണം? രക്ഷിതാക്കൾ അഭ്യസിപ്പിക്കണം. ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് തോന്നുന്നു നമ്മുടെ മീറ്റിങ്ങിൽ, ഈ ഒരു മീറ്റിങ്ങിൽ എല്ലാ കുടുംബങ്ങളും ആവശ്യമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അറിയിച്ചു എല്ലാവരെയും, പക്ഷേ പലരും വന്നില്ല. പക്ഷെ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം ഇനിയും ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ. അവനെ അഭ്യസിപ്പിക്കണം. ഈ അഭ്യസം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാ? ഞാൻ ദീർഘവർഷങ്ങൾ കരാട്ടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അഭ്യസിപ്പിക്കുന്നതും അഭ്യസിക്കുന്നതും എങ്ങനെയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ഞാനൊരു മാസ്റ്ററായിരുന്നു. മനസ്സിലാവുന്നു?
അഭ്യസിക്കുക. എങ്ങനെയാ അത് ചെയ്യുന്നത്? എല്ലാ ദിവസവും അത് ചെയ്യണ്ടേ? എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണ്ടേ? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മളത് എന്ത് ചെയ്യണം? അവനെ അല്ലെങ്കിൽ അവളെ, നമ്മുടെ മക്കളെ അത് അഭ്യസിപ്പിക്കണം, പഠിപ്പിക്കണം, ശീലിപ്പിക്കണം. തെറ്റുകളിൽ നിന്ന് ശരിയായ മാർഗങ്ങളിലേക്ക് അവരെ തിരുത്തി കൊണ്ടുവരണം. ദൈവവചനത്തിൻ്റെതായിരിക്കുന്ന വചനത്താൽ അലങ്കരിക്കപ്പെട്ട ഒരു ജീവിതം അവർക്കുണ്ടാകണം. അവരനുഗ്രഹിക്കപ്പെടും. അഭ്യസിപ്പിക്കണം. രക്ഷിതാക്കളുടെ ഡ്യൂട്ടിയാണ്. അത് വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അഭ്യസിപ്പിക്കണം. അതിനുള്ള സമയമൊക്കെ കണ്ടെത്തണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇത് അഭ്യാസം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുന്ന സമയത്ത്, ഏതാ ദൈവവചനം ശീലിപ്പിക്കുന്ന സമയത്ത്, പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവരുടേതായ വഴിയിലായിരിക്കും അവര്. വിളിച്ചാലൊന്നും വരത്തില്ല അവർ. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ഈ പറയുന്നു, മുതിർന്നവരുടെ അല്ല. മുതിർന്നവര് കുഞ്ഞു പ്രായമായിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ശീലിപ്പിച്ചു കഴിഞ്ഞാണ് അവർ ആ മുതിർന്ന പ്രായത്തിലെത്തുന്നത്. ആ മുതിർന്ന പ്രായത്തിലെത്തുമ്പോൾ അവർ വഴിതെറ്റത്തില്ല. കാര്യം പഠിപ്പിച്ചു കൊടുത്ത ശീലങ്ങളും ദൈവവചനങ്ങളും അവരുടെ അകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങും.